നമസ്കാരം. തിരുവാതുക്കൽ ഇരട്ടക്കൊല കേസ് പ്രതി അസം സ്വദേശി ആമിദ് ഉറാങ്ങിനെ ജില്ലാ ജയിൽ CBI സംഘം ചോദ്യം ചെയ്തു. കൊല്ലപ്പെട്ട ദമ്പതികളുടെ മകൻ IT സംരംഭകനായിരുന്ന ഗൗതം വിജയകുമാറിനെ 8 വർഷം മുൻപ് റെയിൽവേ ട്രാക്കിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ കേസ് ഹൈക്കോടതി നിർദ്ദേശപ്രകാരം CBI ആണ് അന്വേഷിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടാണ് അമിതിനെ ചോദ്യം ചെയ്തത്. അമിതിനെ 3 മണിക്കൂർ ചോദ്യം ചെയ്യാനായി കോട്ടയം മജിസ്ട്രേറ്റ് കോടതിക്ക് മുന്നിൽ തിരുവനന്തപുരം CBI യൂണിറ്റ് അപേക്ഷ നൽകിയിരുന്നു. ഇതിൽ പ്രകാരം 2 മണിക്കൂർ ചോദ്യം ചെയ്യാൻ കോടതി അനുമതി നൽകി. എഴുതി തയ്യാറാക്കിയ 20ഓളം ചോദ്യങ്ങളാണ് CBI അമിതിനോട് ചോദിച്ചത്. വെസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഗൗതമിന്റെ മരണവുമായി ബന്ധപ്പെട്ട് കേസ് ഫയലുകളുടെ പകർപ്പ് കഴിഞ്ഞ ദിവസം CBI ശേഖരിച്ചിരുന്നു. അപകടം നടന്ന റെയിൽവേ ക്രോസിലും സംഘം പരിശോധന നടത്തി. കോട്ടയം ജില്ലാ ജയിലിലെത്തിയാണ് CBI തിരുവനന്തപുരം യൂണിറ്റിലെ ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്തത്. ഗൗതമിന്റെ മരണവുമായി ബന്ധപ്പെട്ട ഫയലുകളും CBI പോലീസിൽ നിന്നും ശേഖരിച്ചു. ചോദ്യം ചെയ്യൽ ഏകദേശം 2 മണിക്കൂറോളമാണ് നീണ്ടുനിന്നത്. 2017 ജൂൺ 3-നാണ് ഗൗതമിനെ കരിത്താസ് റെയിൽവേ ക്രോസിന് സമീപം മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മരണം ആത്മഹത്യയെന്നായിരുന്നു പോലീസ് കണ്ടെത്തൽ. നഗരത്തിന്റെ സാമൂഹിക സാംസ്കാരിക മേഖലകളിൽ മികവുറ്റ പ്രവർത്തനം കാഴ്ചവെച്ചവരായിരുന്നു തിരുനക്കര ഇന്ദ്രപ്രസ്ഥം ഓഡിറ്റോറിയത്തിന്റെ ഉടമ വിജയകുമാറും ഭാര്യ ഡോക്ടർ മീരയും. 2017 മരിച്ച നിലയിൽ കണ്ടെത്തിയ യുവ ബിസിനസ് സംരംഭകനായ മകൻ ഗൗതമിന്റെ മരണത്തിലെ ദുരൂഹത നീക്കാൻ CBI അന്വേഷണം ആവശ്യപ്പെട്ട് മകന്റെ മരണത്തിന് കാരണക്കാരായവരെ പുറം ലോകത്തേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നതിനിടെയാണ് ദാരുണ കൊലപാതകങ്ങൾ അരങ്ങേറിയത്. ഇരുവരും കൊല്ലപ്പെട്ടതോടെ CBI ഏറ്റെടുത്ത ഗൗതമിന്റെ കേസിന് എന്ത് സംഭവിക്കുമെന്ന ആശങ്കയിലായിരുന്നു നാട്ടുകാർ. ഗൗതമിന്റെ മരണത്തിലെ സംശയങ്ങൾ കോടതിക്കും ബോധ്യപ്പെട്ടതാണ്. മൃതദേഹത്തിൽ ട്രെയിൻ തട്ടിയതിന്റെ പരുക്കുകൾ കൂടാതെ കഴുത്തിന്റെ ഇരുവശത്തും കാണപ്പെട്ട മുറിവാണ് ഇതിൽ പ്രധാനം. ഗൗതം ഓടിച്ച കാറിനുള്ളിലും രക്തം കണ്ടെത്തിയിരുന്നു. മരണവിവരം പുറത്തു വന്നതിന്റെ തലേ രാത്രി 8 മണിയോടെ ഗൗതം വീട്ടിലേക്ക് വിളിച്ച് വൈകിട്ടത്തെ ഭക്ഷണം പുറത്തുനിന്ന് വാങ്ങിക്കൊണ്ടു വരണോ എന്ന് ചോദിച്ചിരുന്നതായി വിജയകുമാർ പറഞ്ഞിരുന്നു. ഇങ്ങനെ സാധാരണ മട്ടിൽ സംസാരിച്ച മകൻ ആത്മഹത്യ ചെയ്യില്ലെന്ന നിലപാടിൽ തന്നെയായിരുന്നു വിജയകുമാർ ഉറച്ചു നിന്നത്. തിരുവനന്തപുരം ടെക്നോ പാർക്കിൽ ഒരു ബിസിനസ് നടത്തിവരികയായിരുന്നു ഗൗതം. ഇതിനിടയിൽ പലപ്പോഴായി ചിലർ വിജയകുമാറിനെ മറ്റു പല കാര്യങ്ങൾക്കായി ഇടനിലക്കാരനാക്കാൻ ശ്രമിച്ചു. ഇതിന് വഴങ്ങാതെ വന്നതോടെ സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ട് 2 മക്കളിൽ ഒരാളായ ഗൗതമിന്റെ ശത്രുക്കൾ തീർത്തു കളഞ്ഞു. മൃഗീയമായി കൊല്ലപ്പെട്ട ഗൗതം ആത്മഹത്യ ചെയ്തു എന്നായിരുന്നു ലോക്കൽ പോലീസിന്റെ കണ്ടെത്തൽ. മകൻ മരിച്ചതോടെ അമ്മയായ ഡോക്ടർ മീര മാനസിക നില തെറ്റിയ അവസ്ഥയിലായിരുന്നു. പുറത്തേക്ക് പോലും ഇറങ്ങാതെ വീടിനുള്ളിൽ ഒതുങ്ങിക്കൂടി. അമ്മയോടായിരുന്നു ഏറ്റവും അവസാനമായി ഗൗതം സംസാരിച്ചത്. മകന്റെ അപ്രതീക്ഷിത വേർപാട് അവരെ സംബന്ധിച്ചിടത്തോളം താങ്ങാൻ കഴിയുന്നതിനും അപ്പുറമായിരുന്നു. 6 മാസങ്ങൾക്ക് മുൻപായിരുന്നു വിദേശിയുമായുള്ള മകളുടെ വിവാഹം നടന്നത്. ഇന്ദ്രപ്രസ്ഥയിൽ തന്നെയായിരുന്നു വിവാഹ ചടങ്ങുകൾ. പക്ഷേ ആ വിവാഹത്തിന് പോലും മീരയ്ക്ക് പങ്കെടുക്കാനായില്ല. അതേ അവസ്ഥയിൽ തന്നെയായിരുന്നു കൊല്ലപ്പെടുമ്പോഴും മീര ഉണ്ടായിരുന്നത്. മകന്റെ കൊലപാതകം വിജയകുമാറിനുള്ള ആദ്യ വാണിംഗ് ആയിരുന്നു. മകൻ നഷ്ടപ്പെട്ടിട്ടും വിജയകുമാർ അവർ പറഞ്ഞ കാര്യത്തിന് വഴങ്ങിയില്ല. മകനെ കൊലപ്പെടുത്തിയതാണെന്നും CBI അന്വേഷണം ആവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിക്കുകയും ചെയ്തപ്പോൾ വിജയകുമാർ ആവശ്യപ്പെട്ടതുപോലെ തന്നെ ഹൈക്കോടതി ഇത് നരഹത്യയാണെന്ന് സംശയിക്കുന്നതായി ചൂണ്ടിക്കാട്ടുകയും CBI അന്വേഷണത്തിന് ഉത്തരവിടുകയും ചെയ്തു. നാട്ടുകാരടക്കം സംശയം ഉന്നയിച്ചിരുന്ന ഇരട്ട കൊലപാതകങ്ങൾ ഗൗതമിന്റെ കേസ് അട്ടിമറിക്കാൻ ശ്രമിച്ചതിന്റെ ഭാഗം എന്നാണ്. മകനെ കാണാതായതോടെ ഇതിൽ ഭയപ്പെട്ട ഒരു മാൻ മിസ്സിംഗ് കേസ് വിജയകുമാർ കോട്ടയം വെസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ ഫയൽ ചെയ്തു. പക്ഷേ അടുത്ത ദിവസം ഗൗതമിന്റെ മൃതദേഹം കണ്ടെടുക്കുന്നു. പ്രഥമ ദൃഷ്ടിയാൽ തന്നെ അതൊരു കൊലപാതകമാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്ന കേസായിരുന്നു. റെയിൽവേ പാളത്തിനടുത്തായാണ് മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. ട്രെയിൻ തട്ടിയിരുന്നില്ല. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത് 2 തിരശ്ശീല മുറിവുകൾ ഉണ്ടായിരുന്നെന്നാണ്. കഴുത്തു മുതൽ നെഞ്ചുവരെ ആഴത്തിലുള്ള മാരക മുറിവാണ് മരണ കാരണമായി മാറിയത്. എന്തൊക്കെ അവയവങ്ങൾ മുറിഞ്ഞുപോയെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമായി പറയുന്നുണ്ട്. കോട്ടയം വെസ്റ്റ് പോലീസ് തന്നെ തയ്യാറാക്കിയ മഹസർ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത് മൃതദേഹം കണ്ടെത്തിയതിന്റെ 240 മീറ്റർ അകലെ ഗൗതമിന്റെ കാർ കിടപ്പുണ്ടായിരുന്നുവെന്നാണ്. ആ കാറിന്റെ മുൻ സീറ്റിലും പിൻസീറ്റിലും രക്തം തളം കെട്ടി കിടപ്പുണ്ടായിരുന്നു. കാറിന്റെ പിൻസീറ്റിൽ ഒരു ബോക്സ് കട്ടർ ഈ തളം കെട്ടിയ രക്തത്തോട് ചേർന്ന് കിടപ്പുണ്ടായിരുന്നു. കഴുത്തു മുതൽ നെഞ്ചുവരെ ഞരമ്പുകളും ആന്തരിക അവയവങ്ങളും അടക്കം മുറിഞ്ഞു പോകുന്നതായി ഉണ്ടാക്കിയ 2 മുറിവുകളാണ് മരണ കാരണമെന്ന് വ്യക്തമായി പറയുന്നുണ്ട്. കാറിന് പിന്നിലേക്ക് പിടിച്ചുവെച്ച് മുറിച്ച് നൈഫ് കൊണ്ട് മർമ്മസ്ഥാനം നോക്കി അറുത്തു കൊലപ്പെടുത്തി. മരണം ഉറപ്പാക്കിയ ശേഷം മൃതദേഹം ട്രാക്കിനടുത്തേക്ക് കൊണ്ടിട്ടെന്ന് വ്യക്തമാണ്. ഒരാൾക്ക് തനിയെ ഇതുപോലെ ഒരു ആഴത്തിൽ മുറിവ് സ്വന്തമായി ഉണ്ടാക്കാൻ സാധിക്കില്ല. ആത്മഹത്യ ചെയ്യാനായി ട്രാക്കിലേക്ക് ഇറങ്ങി ഓടേണ്ട ആവശ്യമില്ല. അങ്ങനെ ഓടുന്ന ഒരു അവസ്ഥ വന്നാൽ പോലും ആ ഓടുന്ന വഴികളിലൊക്കെ രക്തം കാണാൻ കഴിയും. അപ്രകാരം രക്തം കണ്ടതായി മഹസറിൽ പറയുന്നില്ല. ഇനി ആത്മഹത്യാ ശ്രമം തന്നെയാണെങ്കിൽ ഞരമ്പ് മുറിച്ച് ആ കാറിൽ തന്നെ ഇരുന്നാൽ മതി. അതൊക്കെ കൊണ്ടാണ് ഇത് നരഹത്യാശ്രമമാണെന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി നിരീക്ഷിച്ചത്. പോലീസിന്റെ കണ്ടെത്തൽ ഗൗതം മൂർച്ചയുള്ള വസ്തു കൊണ്ട് കഴുത്തിൽ ആഴത്തിൽ സ്വയം മുറിവുണ്ടാക്കി ആത്മഹത്യ ചെയ്തു എന്നാണ്.
വളരെ ലാഘവത്തോടെയാണ് ഈ കേസ് കൈകാര്യം ചെയ്തതെന്ന് എഫ്ഐആറിൽ തന്നെ വ്യക്തം. ഇതിനുശേഷം എല്ലാ തരത്തിലും വിജയകുമാർ തകർന്നു. ഭാര്യ മാനസികമായി തകർന്ന നിലയിലായിരുന്നു. ഇതിനിടയിലാണ് അതിദാരുണമായി തിരുവാതുക്കൽ ശ്രീവത്സം വീട്ടിൽ ടി.കെ. വിജയകുമാറിനെയും ഭാര്യ ഡോക്ടർ മീര വിജയകുമാറിനെയും ഏപ്രിൽ 22-ന് കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. ഈ കേസിലെ പ്രതിയാണ് അമിത്. വിജയകുമാർ ഹൈക്കോടതിയെ സമീപിച്ചതോടെയാണ് അന്വേഷണം സിബിഐക്ക് വിട്ടത്. അമിതിനെ ജാമ്യത്തിൽ ഇറക്കിയതിനു പിന്നിൽ ഒരു സംഘമുണ്ടെന്നും പോലീസ് സംശയിക്കുന്നുണ്ട്. അത് ഈ ബാംഗ്ലൂർ ടീമിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. വീട്ടിൽ പോലീസ് പരിശോധന നടത്തുന്നതിനിടെ സ്ഥലത്തെത്തിയവരിൽ സംശയിക്കേണ്ട ആളുകൾ ഉണ്ടോ എന്നും പോലീസ് നിരീക്ഷിച്ചിരുന്നു. ആക്രമിക്ക് മറ്റുള്ളവരുടെ സഹായം ലഭിച്ചെന്ന സംശയത്തിലായിരുന്നു നിരീക്ഷണം. അമിത് മാത്രമാണ് കൊലപാതകത്തിന് പിന്നിലെന്ന് പോലീസ് പറയുമ്പോഴും അദൃശ്യകരങ്ങൾ പിന്നിലുണ്ടെന്നത് വ്യക്തമാണ്. അമിതിന് ജയിലിൽ നിന്ന് പുറത്തിറങ്ങാൻ സൗകര്യമുണ്ടാക്കിയത് ജയിലിൽ കൂടെ ഉണ്ടായിരുന്ന കല്ലറ സ്വദേശി ഫൈസൽ ഷാജിയായിരുന്നു. ജാമ്യത്തിൽ ആളെ നൽകിയതും ഫൈസൽ ഷാജിയാണ്. ഇവർക്കുള്ള പണം അമിതിന്റെ അമ്മ നാട്ടിൽ നിന്ന് അയച്ചു കൊടുക്കുകയായിരുന്നു. ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയ ശേഷം പ്രതി കുമളിയിലെ തട്ടുകടയിൽ ജോലി ചെയ്തു. അവിടെ വച്ചാണ് വിജയകുമാരോട് കേസ് പിൻവലിക്കാൻ ആവശ്യപ്പെട്ട് സംസാരിച്ചത്. നിഷേധിച്ചതോടെ കൊല്ലാൻ തീരുമാനിച്ചു. ഹോട്ടലിൽ നിന്ന് 8 മണിയോടെ ഇറങ്ങി. 12 മണിവരെ റെയിൽവേ സ്റ്റേഷനിൽ പ്ലാറ്റ്ഫോം ടിക്കറ്റ് എടുത്തിരുന്നു. തുടർന്ന് ഓട്ടോ പിടിച്ചെത്തി കൊലപാതകം നടപ്പിലാക്കുകയായിരുന്നു. കോട്ടയത്തെ ഓട്ടോ ഡ്രൈവറാണ് കേസിലെ നിർണായക സാക്ഷി. കൊലപാതകം നടത്താനായി പ്രതിയായ അസം സ്വദേശി ആമിത് ഉറാങ് തിരുവാതുക്കലിലെത്തിയത് ജയേഷിന്റെ ഓട്ടോയിലായിരുന്നു. പിന്നീട് കൊലപാതക വാർത്തയും പ്രതിയുടെ ചിത്രവും പുറത്തു വന്നതോടെയാണ് സംഭവ ദിവസം രാത്രി തന്റെ ഓട്ടോയിൽ കയറിയ ആളാണ് പ്രതിയെന്ന് ജയേഷ് തിരിച്ചറിഞ്ഞത്. ഇതോടെ ഇദ്ദേഹം പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നു. രാത്രി 12 മണിയോടെയാണ് റെയിൽവേ സ്റ്റേഷന് സമീപത്ത് നിന്ന് പ്രതി ഓട്ടോയിൽ കയറിയതെന്ന് ജയേഷ് പറയുന്നു. തിരുവാതുക്കലിൽ പോകണമെന്ന് എത്ര പൈസയാകുമെന്നും ചോദിച്ചു. മലയാളത്തിൽ തന്നെയായിരുന്നു സംസാരിച്ചത്. വില പേശാറൊന്നും നിന്നില്ല. യാത്രയ്ക്കിടെ ഒന്നും സംസാരിച്ചതുമില്ല. തുടർന്ന് തിരുവാതുക്കൽ കവലയിൽ ഇയാളെ ഇറക്കിയെന്നും ജയേഷ് പറയുന്നു. ഓട്ടോയിൽ കയറുമ്പോൾ പ്രതിയുടെ കൈവശം ഒന്നും തന്നെ കണ്ടിരുന്നില്ലെന്നും അദ്ദേഹം പറയുന്നു. എന്നാൽ അയാളുടെ വേഷം ശ്രദ്ധിച്ചു. ഒരു നിക്കറും ബനിയനുമായിരുന്നു ഇയാൾ ധരിച്ചിരുന്നത്. പിന്നീട് വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ ഇയാളുടെ ഫോട്ടോ കണ്ടപ്പോഴാണ് ശ്രദ്ധിച്ചത്. തുടർന്ന് കൂട്ടുകാരെയും പോലീസിനെയും അറിയിക്കുകയായിരുന്നുവെന്നും ജയേഷ് പറയുന്നു. 2024 ഫെബ്രുവരിയിലാണ് അമിതും ഭാര്യയും കോട്ടയത്തെത്തിയത്. ഇവർ താമസിച്ചത് വിജയകുമാറിന്റെ കോട്ടയത്തെ ലോഡ്ജിലായിരുന്നു. കട്ടപ്പനയിൽ നിന്ന് ബംഗളൂരിലേക്കുള്ള യാത്രക്കിടെയാണ് കോട്ടയത്തെത്തിയത്. ബംഗളൂരിലേക്ക് ടിക്കറ്റ് കിട്ടാതെ വന്നതോടെയാണ് ഇവർ ലോഡ്ജിൽ മുറിയെടുത്തത്. ഇവരുടെ അവസ്ഥ അറിഞ്ഞ വിജയകുമാർ ജോലി നൽകാമെന്ന് അങ്ങോട്ടേക്ക് പറയുകയായിരുന്നു. ഇവർ ആരാണെന്നത് സംബന്ധിച്ച ഒരു പരിശോധനയും വിജയകുമാർ നടത്തിയിരുന്നില്ല. വിജയ എന്ന അലറി വിളിച്ചുകൊണ്ട് തന്നെയാണ് പ്രതി കൃത്യം നടപ്പിലാക്കിയത്. ഇതിനുശേഷമാണ് മീര ഇവിടേക്ക് എത്തിയതും മീരയെ കൊലപ്പെടുത്തിയതും. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.